നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ റവന്യൂ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ മുഖ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് എടുത്തു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി, നെറ്റ്വർക്കിംഗ്, അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസാണ് കൂടുതലും. നെറ്റ്വർക്കിങ്ങിന് വേണ്ടി സമീപിക്കുന്ന ഒട്ടുമിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് വരും, ഓരോ ലെവലിലും എത്രത്തോളം മെമ്പേഴ്സ് വരും, ഓരോ മെമ്പേഴ്സിനും എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ 6-7 വർഷമായി സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിന് ഓരോരുത്തർക്കും ഉത്തരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. 3 ദിവസം 4 ദിവസം എല്ലാം ആവും. ഇനി അതിനായിട്ടൊരു ഫീസ് വാങ്ങുക എന്ന് പറയുന്നത് അതും കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു 6 മാസത്തോളം വളരെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബൈനറിയിൽ ചെയ്തിട്ടുണ്ട്, മെട്രിക്സിൽ ചെയ്തിട്ടുണ്ട്, ലെവലിൽ ചെയ്തിട്ടുണ്ട്. 3ഉം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 3ൻ്റെയും ലിങ്ക് താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ബൈനറി പ്ലാൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് എത്ര ലെവൽ വരെ സെറ്റ് ചെയ്യാം, ആ ഒരു ലെവലിലേക്ക് എത്രത്തോളം മെമ്പേഴ്സ് വരും, അതിൽ നിന്നും എത്രത്തോളം കമ്മീഷൻ എടുക്കാൻ പറ്റും, എത്രത്തോളം കമ്മീഷൻ നമ്മൾ വെളിയിൽ കൊടുക്കേണ്ടി വരും, GST എത്രത്തോളം അടയ്ക്കേണ്ടി വരും, ഈ ടാക്സ് എല്ലാം കഴിഞ്ഞ് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു കണക്ക് കൂട്ടലുകൾ നടത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് എത്രത്തോളം പ്രോഫിറ്റ് വരും, അതുപോലെ ഓരോ മെമ്പേഴ്സിനും നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരും, അവർ എത്രത്തോളം പ്രോഫിറ്റ് സമ്പാദിക്കും, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായും അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഈ വീഡിയോ തീർച്ചയായും കാണുക. നെറ്റ്വർക്കിങ്ങിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മളുടെ ഈ ചാനലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം. ഈ ഒരു സ്ക്രീൻ നോക്കുക. ഇതിനു മുകളിൽ ബൈനറി കാൽക്കുലേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് കോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അതിന് താഴെയായി പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് കോസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് ആ ഒരു റേറ്റ് ആണ് പ്രൊഡക്റ്റ് സെല്ലിംഗ് കോസ്റ്റിൽ വരുന്നത്. പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളത് എത്ര രൂപയ്ക്ക് വാങ്ങി, അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ വേണ്ടി എത്ര രൂപ ചിലവായി എന്നുള്ളതാണ്. എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അതായത് നിങ്ങൾക്ക് മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഒരു 100 രൂപ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 300 രൂപയ്ക്കെങ്കിലും നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് വെക്കണം എന്നുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയാണോ എന്ന് തോന്നാം. പക്ഷേ ഓൾറെഡി ബിസിനസിനെ കുറിച്ച് അറിയാവുന്നവർ ഈ ഒരു ചോദ്യം ചോദിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ദോശയ്ക്ക് ഇപ്പോൾ കോസ്റ്റ് വരുന്നത് 100 രൂപയാണ്. പക്ഷേ അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ 10 മടങ്ങാണ് ഈടാക്കിയിരിക്കുന്നത്. അതായത് അത് ഉണ്ടാക്കാനെടുത്ത എമൗണ്ടിനേക്കാളും 10 മടങ്ങ് അവർ സെല്ലിംഗ് പ്രൈസ് ഇട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ. കാരണം എന്തെന്നാൽ ഇതിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ലേബർ കോസ്റ്റ് വരുന്നുണ്ട്, ബ്രാൻഡിങ്ങിന്റെ കോസ്റ്റ് വരും, അങ്ങനെ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും മുതൽ മുടക്കിന്റെ 3 മടങ്ങോ 5 മടങ്ങോ എല്ലാം തന്നെ പ്രൈസ് വെച്ചാലേ അവിടെ ലാഭം ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഞാൻ പ്രൊഡക്റ്റ് സെല്ലിംഗ് കോസ്റ്റിൽ 3000 രൂപ കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് കോസ്റ്റ് 1000 രൂപയും കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്പോൺസർ ഇൻകം എന്നുള്ളൊരു ഫീൽഡ് കാണാം. അതായത് ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം കമ്മീഷൻ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് സ്പോൺസർ ഇൻകം എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലൊരു 10% കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കമ്പനിയിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറിലാണെങ്കിൽ ഇതെല്ലാം അഡ്മിൻ സൈഡിൽ ഇരുന്നാണ് മാനേജ് ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഇടാം. അതായത് 10% കൊടുക്കാം, 8% കൊടുക്കാം, അങ്ങനെ വേരി ചെയ്യാം. അതിനൊന്നും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നില്ല. അഡ്മിൻ മൊഡ്യൂളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാവുന്നതാണ്. ആ ഒരു രീതിയിലാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വരുന്നത്. അടുത്തതായി നിങ്ങൾക്ക് മാച്ചിങ് റേഷ്യോ കാണിക്കുന്നത് കാണാം. 1:1, 2:1 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ബൈനറി കാൽക്കുലേഷനിൽ ഞാൻ ഒരാള് 2 പേരെ റെഫർ ചെയ്യുമ്പോൾ അത് 1:1 വരും. 2:1 എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 പേരെ റെഫർ ചെയ്തു, ബട്ട് അവർക്ക് താഴെ ലെഫ്റ്റിലോ റൈറ്റിലോ ഏതെങ്കിലും ഒരു ടൈ വന്നു കഴിഞ്ഞാൽ മാത്രമേ കമ്മീഷൻ അപ്രൂവ് ചെയ്യുന്നുള്ളൂ. അതായത് കമ്മീഷൻ ഒന്ന് ടൈ
റൈറ്റ് ചെയ്തിരിക്കുകയാണ്. 3 പേരെങ്കിലും വന്നാൽ മാത്രമേ കമ്മീഷൻ കൊടുക്കൂ എന്നുള്ള രീതിയിൽ. അതാണ് 2:1 വരുന്നത്. നിറയെ പേർ 2:1 അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അത് ഒരു സക്സസ് ഫോർമുലയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 1:1 എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി മാറ്റി കൊടുത്തു നോക്കാം. 1:1 ഇട്ടാൽ എന്തായിരിക്കും വരുന്നത്, 2:1 കൊടുത്താൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത് എന്ന് നോക്കാം. ഇതിൽ ഞാൻ ഇപ്പോൾ 1:1 ആണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തത് ഫസ്റ്റ് പെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഈ പറഞ്ഞ കണ്ടീഷൻ ഫസ്റ്റ് പെയറിന് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് കീഴെ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്തു പോകാം എന്നുള്ള രീതിയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തത് പെയർ മാച്ച് ഇൻകം. ഇതിൽ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 പേർ വന്ന് മാച്ച് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം കമ്മീഷൻ കൊടുക്കും എന്നുള്ളതാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 8% എന്നുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. അടുത്ത ഫീൽഡ് ക്യാപ്പിംഗ് എമൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിൽ ക്യാപ്പിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് എന്ന് അറിയില്ല എങ്കിൽ കമന്റ് ചെയ്യുക. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ എമൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യണം, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇതുകൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി വീഡിയോ ഇട്ടാൽ ഒരു 5 മിനിറ്റ് 8 മിനിറ്റോളം വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇപ്പോൾ ഒരു സജഷൻ ആയി ക്യാപ്പിംഗ് എത്ര ഇടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ 1:5 ആണ്. അതായത് പ്രൊഡക്റ്റ് നിങ്ങൾ എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നു അതിൻ്റെ 5 മടങ്ങ്. ഫോർ എക്സാമ്പിൾ 3000 ആണ് റേറ്റ് എങ്കിൽ ക്യാപ്പിംഗ് എമൗണ്ട് 15,000 വരും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയണം. അതായത് അത് കുറച്ചുകൂടി മേലെ വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി താഴ്ന്നാൽ ആ ഒരു എമൗണ്ട് താഴ്ന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും സെപ്പറേറ്റ് ആയി വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ക്യാപ്പിംഗ് എമൗണ്ട് 15,000 ആണ് എൻ്റർ ചെയ്യുന്നത്. 5 മടങ്ങ് വരുമ്പോൾ 15,000 ആണ് വരുന്നത്. ഇനി ഇതിന് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ TDS അല്ലെങ്കിൽ ടാക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ഞാൻ ടാക്സ് ഒരു 10% കൊടുക്കുന്നുണ്ട്. അതുപോലെ GSTയും 10% തന്നെയാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ലെവൽ എന്ന് പറയുന്നത് ബൈനറിയിൽ അൺലിമിറ്റഡ് ആണ്. എന്നാലും ഞാൻ കുറച്ചുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടി 15 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാല്യൂസ് എല്ലാം കൊടുത്തു. ഇനി നമ്മൾ ഔട്ട്പുട്ട് കാണാൻ പോകുകയാണ്. നിങ്ങൾക്ക് കാണാം ഒരു 15 സെക്കൻഡിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മാനുവലായി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 3 ഡേയ്സ് എടുക്കും. ഇത് നിങ്ങൾക്ക് 15 സെക്കൻഡിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ എക്സ്പീരിയൻസും ഡെവലപ്പേഴ്സ് സ്ട്രെങ്ത്തും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൈകളിൽ മാത്രം കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വർക്ക് സാധാരണ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ കാൽക്കുലേഷനോ കാര്യങ്ങളോ അറിയാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓരോ പ്ലാനിനും ഡെമോ വെച്ചിട്ടുണ്ട്. ഓരോ സോഫ്റ്റ്വെയർസിനും ഡെമോ അവൈലബിൾ ആണ്. അതുപോലെ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 3 ചാനൽസ് ഉണ്ട്. അതിലെല്ലാം തന്നെ വീഡിയോസ് അവൈലബിൾ ആണ്. സാധാരണയായി 15,000 രൂപ ഫീസിലാണ് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ബിസിനസ് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു 3 ചാനലുകളിലായി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് തന്നെ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പല വീഡിയോസും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള മുഴുവൻ ഐഡിയയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് പേഴ്സണൽ ഹെൽപ്പ് വേണം, കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് റിസൾട്ട് വിശദമായി നോക്കാം. ഇതിൽ ടോട്ടൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് കോസ്റ്റ് വന്നിരിക്കുന്നത് 3,27,67,000 രൂപയാണ്. ഇതിൽ നമ്മൾ ടോട്ടൽ സെല്ലിംഗ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ, അതായത് 3,000 രൂപ വെച്ച് നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ 9,83,01,000 രൂപ വന്നിട്ടുണ്ട്. ഇനി GST എത്രയാണ് കട്ടാവുന്നതെന്നുള്ളത് നോക്കാം. 10% ആയിരുന്നു GST കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 9 കോടി കളക്ഷൻ വരുമ്പോൾ 98 ലക്ഷത്തോളം GST ആയിട്ട് പോകുന്നുണ്ട്. അതിൽ എത്ര പേയേഴ്സ് മാച്ച് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. 16,383 ടോട്ടൽ പേയേഴ്സ് വരുന്നുണ്ട്. പെയർ മാച്ച് വഴി എത്ര ഇൻകം വന്നിട്ടുണ്ടെന്ന് നോക്കാം. 5,11,00,000 പെയർ മാച്ച് വഴി ഇൻകം വന്നിട്ടുണ്ട്. ഇനി സ്പോൺസർ ഇൻകം എത്ര കൊടുക്കണം എന്ന് നോക്കിയാൽ ഏകദേശം 98 ലക്ഷത്തോളം സ്പോൺസർ ഇൻകം വരുന്നുണ്ട്. ഇനി ടോട്ടൽ യൂസർ ഇൻകം നോക്കിയാൽ 6 കോടി രൂപയോളമാണ് വരുന്നത്. അടുത്തത് നോക്കിയാൽ ക്യാപ്പിംഗ് എമൗണ്ട് മൂലം നമുക്ക് എത്ര സേവിങ്സ് വന്നിട്ടുള്ളത് എന്ന് കാണാം. 2,76,00,000 രൂപയോളം ക്യാപ്പിംഗ് എമൗണ്ട് കൊണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു യൂസറിന് നമ്മൾ ചെലവ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് കണക്ക് വെച്ച് നോക്കിയാൽ ആകെ മൊത്തത്തിൽ 3,33,46,320 വരുന്നത്. ഇനി ടോട്ടൽ TDS നോക്കിയിട്ടുണ്ടെങ്കിൽ
ഞാൻ 10% ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 33 ലക്ഷം രൂപയോളമാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് 10% എന്നുള്ളത് 15% അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിട്ടോ മാറ്റാവുന്നതാണ്. അടുത്തത് TDSഉം അഡ്മിൻ ചാർജും എല്ലാം കഴിഞ്ഞ് ടോട്ടൽ യൂസർ ഇൻകം എത്രയാണ് പോകുന്നത് നോക്കാം. 2,81,588 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. എല്ലാം കഴിഞ്ഞ് ബാലൻസ് എത്രയാണ് നിൽക്കുന്നത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6,55,34,000 രൂപ. ഇനി കമ്പനി പ്രോഫിറ്റ് നോക്കാം. നമ്മൾ ലെവൽ വെറും 15 ആണ് കൊടുത്തിട്ടുള്ളത്. സോ 15 ലെവൽ മാത്രം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കമ്പനി പ്രോഫിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 4.5 കോടിയോളം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നെറ്റ്വർക്കിംഗ് കമ്പനീസ് വഴി നിറയെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കീഴെ ഒരു 2 പേരെ കൂടി ജോയിൻ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളിതിൽ ഓരോന്നും മാറ്റി മാറ്റി വാല്യൂസ് ഇട്ട് നോക്കുക. GST ഇത്ര % കൊടുത്താൽ എത്രയായിരിക്കും അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്, മാച്ചിങ് റേഷ്യോ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം വരുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ പല വാല്യൂസും ഇട്ട് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിതിൽ ബിസിനസ് ചെയ്യണം, ഇതിൽ മുന്നേറാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ കമ്പനി ചെന്നൈയിലാണുള്ളത്, നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ സർവീസ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 10-15 ഡേയ്സിൽ കൂടുതൽ നമ്മൾ ടൈം എടുക്കാറില്ല. അതുപോലെ തന്നെ 3 മാസത്തേക്കുള്ള മെയിൻ്റനൻസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തരുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് 1 മാസത്തേക്കാണ് എങ്കിൽ ടോട്ടൽ കോസ്റ്റിൻ്റെ 2%, അതുപോലെ 1 ഇയറിലേക്കുള്ള മെയിൻ്റനൻസ് ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിൻ്റെ 20% മാത്രമാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ കൂടുതലായി എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ എല്ലാ ചാനൽസിൻ്റെയും ലിങ്ക്സ് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതും വിസിറ്റ് ചെയ്ത് നോക്കുക. താങ്ക്